അപ്പോൾ എൻ സി കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് if the functions of a machine tool are controlled by means of prepared program. പക്ഷേ ആ പ്രോഗ്രാമിനകത്ത് എന്തായിരിക്കും? പ്രോഗ്രാം which consists of letters, numbers ആൻഡ് സിമ്പിൾസ്. ഓക്കെ, അതായത് ഒരു ഫങ്ഷൻസ് ഓഫ് എ മെഷീൻ ടൂൾ ക്യാൻ ബി കൺട്രോൾഡ് ബൈ എ പ്രിപ്പേർഡ് പ്രോഗ്രാം, ബട്ട് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനെ പറയുന്ന പറയുകയാണ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ടൂൾസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനൊരു പ്രോസസ്സുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു മെഷീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് കാണുമല്ലോ. മെഷീൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെഷീനിങ് പ്രോസസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്തോ ചെയ്യേണ്ടത്, അതിൻ്റെ പാർട്ട് ഡ്രോയിങ് എടുക്കും അല്ലേ. ആ പാർട്ട് ഡ്രോയിങ് എടുത്തിട്ട് എന്തോ ഫസ്റ്റ് ചെയ്യുന്നത്, പാർട്ട് ഡ്രോയിങ് അല്ലേ, ഇങ്ങനെ പാർട്ട് ഡ്രോയിങ് വരയ്ക്കും. പാർട്ട് ഡ്രോയിങ് എന്ന് വെച്ചാൽ എന്തുവാ? ആ പാർട്ടിൻ്റെ ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇതിനകത്ത് ഒരു ഇതുണ്ടോ, ഇതാണ് ഇത്രയും സംഭവങ്ങളുണ്ട്. ഒരു നടുക്ക് ഒരു സ്ക്വയറുണ്ട്, 4 സൈഡിലോട്ട് ഒരു 4 സർക്കിളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എത്രയാണ് അത്, എത്ര ലെങ്തിലാണ് അത് വരുന്നത്, ഏത് പൊസിഷനാണ് വരുന്നത്, അതൊക്കെ കാണിക്കുന്ന ഡ്രോയിങ്ങിനെ പറയുന്ന പേരാണ് ഈ പാർട്ട് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തും, പാർട്ട് പ്രോഗ്രാം എഴുതും. ഈ പാർട്ട് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രോഗ്രാം എഴുതുന്നത്, പാർട്ട് പ്രോഗ്രാം. എന്താണ് ഇതെന്ന് പറഞ്ഞേ. ഈ നമ്മൾ പാർട്ട് ഡ്രോയിങ്, ഈ എൻ സി കൺട്രോൾ, ന്യൂമറിക്കൽ കൺട്രോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ പാർട്ട് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. പാർട്ട് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഡ്രോയിങ് ഒന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കിട്ടും. മെഷീനിങ് ചെയ്യുന്ന ആളിനോട് മാനുഫാക്ചറർ കൊടുക്കും, ഇതാണ് എനിക്ക് വേണ്ട പാർട്ടിൻ്റെ സ്പെസിഫിക്കേഷൻ, ഈ ഡയമെൻഷൻസ് ഇത്ര, പൊസിഷൻസ് ഇത്ര, അതിൻ്റെ ടോളറൻസ് ഇത്ര, എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പോൾ ഈ പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതും, പാർട്ട് പ്രോഗ്രാം എഴുതും. ഈ പാർട്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് എന്തൊക്കെ കാണും, പാർട്ട് പ്രോഗ്രാമിനകത്ത് കോഡ്സ് കാണും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ N010 G00 X, പിന്നെ N015 Z2, ഓക്കെ, N020, അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ കോഡ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇതിനകത്ത് ലെറ്റേഴ്സ് കാണും, നമ്പർ കാണും, സിമ്പിൾസ് കാണും. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതും. അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് പാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാർട്ട് പ്രോഗ്രാം നമ്മൾ ഇതിന് ശേഷം എന്തെടുക്കും, ഈ പാർട്ട് പ്രോഗ്രാം നമ്മൾ ഒരു പഞ്ച് ടേപ്പിനകത്തോട്ട് കൊടുക്കും. എന്താണ് നമ്മൾ പഞ്ച്ഡ് ടേപ്പിനകത്തോട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? നമ്മൾ പ്രോഗ്രാം എഴുതി വെച്ച് ഇനി പ്രോഗ്രാം നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും, ഒരു ടേപ്പിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ പ്രോഗ്രാം നമ്മളൊരു ടേപ്പിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആകുക. പാർട്ട് ഡ്രോയിങ് എടുക്കുന്നു. പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തോ എഴുതുന്നത്, പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് എന്താണ് എഴുതുന്നത്, പ്ലീസ് റെസ്പോണ്ട്. പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എഴുതുന്നത് എൻ സിക്കകത്ത്? ഹലോ പാർട്ട് ഡ്രോയിങ് വെച്ചിട്ട് നമ്മൾ അല്ല, പഞ്ച് ടൈപ്പാണോ എഴുതുന്നത്? പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്തു എഴുതുന്നത്?
നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ സ്ക്രീനിലായിട്ട് ചെയ്യുന്നത്. പാർട്ട് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് പാർട്ട് പ്രോഗ്രാം ചെയ്തും പാർട്ട് പ്രോഗ്രാം നമ്മൾ ടേപ്പിനകത്തോട്ട് പഞ്ച് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം ആ പഞ്ച്ഡ് ടേപ്പ് നമ്മൾ ഒരു പഞ്ച്ഡ് ടേപ്പ് റീഡറിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, പഞ്ച്ഡ് ടേപ്പ് റീഡറിലോട്ട് കൊടുക്കുന്നു. ഈ പഞ്ച് ടേപ്പ് റീഡറിൽ നിന്ന് നമ്മൾ മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പഞ്ച് ടേപ്പ് റീഡർ എന്ത് ചെയ്യുമെന്നറിയോ? ഈ റീഡർ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന പ്രോഗ്രാം റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് അത് മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റ് അതിന് മെഷീനിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ കൊടുക്കുന്നത് ലെറ്റേഴ്സ്, സിമ്പിൾസ് അല്ലെങ്കിൽ നമ്പർ എന്ന രീതിയിലല്ലേ, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഈ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിനെ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ മോട്ടറിലോട്ട് കൊടുക്കുന്നു. എങ്ങോട്ടാ കൊടുക്കുന്നത്? മോട്ടർ അത് ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി നമുക്ക് നമ്മുടെ ടേബിൾ, ഇത് നമ്മുടെ ടേബിളാണ്, നമ്മുടെ വർക്ക് പീസ് ഇതല്ല ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മോട്ടർ ആ ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി നമ്മുടെ ടേബിളിനകത്തോട്ട് മൂവ്മെൻറ്റ് കൊടുക്കുക, അത് ഫീഡായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മോഷനായിട്ട് കൊടുക്കാം, അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നത്. എന്താണ് ഒന്ന് പറയാമോ ആരെങ്കിലും ഒരാൾ? ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ പാർട്ട് ഡ്രോയിങ് എടുക്കുന്നു. പാർട്ട് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാർട്ടാണോ നമുക്ക് മെഷീൻ ചെയ്യേണ്ടത്, അതിൽ ഏത് പാർട്ടാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് ഡയമെൻഷൻസും അതിന് ടോളറൻസും എല്ലാം ഉള്ള ഒരു ഡ്രോയിങ് ആണ് പാർട്ട് ഡ്രോയിങ്. ഫ്രം ദ പാർട്ട് ഡ്രോയിങ് വി ക്രിയേറ്റ് എ പാർട്ട് പ്രോഗ്രാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമ്മൾ ഫ്രം ദ പാർട്ട് ഡ്രോയിങ് വി ക്രിയേറ്റ് ദി പാർട്ട് പ്രോഗ്രാം. ഓക്കെ, പാർട്ട് പ്രോഗ്രാമിനകത്ത് കോഡ്സ് ഉണ്ട് അല്ലേ. പാർട്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു ലാംഗ്വേജ്, പ്രോഗ്രാം ലാംഗ്വേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്, ലെറ്റേഴ്സ് കാണും, നമ്പേഴ്സ് കാണും, സിമ്പിൾസ് കാണും. അപ്പോൾ പാർട്ട് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കും. ഓക്കെ, ഓരോ കോഡ്സും എന്തിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ലീനിയർ ഇൻ്റർപോളേഷൻ ഒരു കോഡ് കാണും, സർക്കുലർ ഇൻ്റർപോളേഷൻ ഒരു കോഡ് കാണും. അതിന് ഓരോ രീതിയിലും ഓരോ കോഡ്സ് ഉണ്ട്. ആ കോഡ്സിൻ്റെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോഡ് ഉപയോഗിക്കണം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാർട്ട് പ്രോഗ്രാം ചെയ്തതിന് ശേഷം ആ പാർട്ട് പ്രോഗ്രാം നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? പഞ്ച് ടേപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, പഞ്ച് ടേപ്പ് ചെയ്യുന്ന ടേപ്പ് റീഡറിനകത്തോട്ട് സ്റ്റോർ കൊടുക്കുന്നു. അവിടുന്ന് അത് എങ്ങോട്ട് കൊടുക്കുന്നു? MCU. എന്താണ് MCU? എന്താണ് MCU? എന്താണ് MCU? എന്താണ്? മെഷീൻ കൺട്രോൾ യൂണിറ്റ്. മെഷീൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? മെഷീൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെഷീൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ആ സിമ്പിൾസും ആ ലെറ്റേഴ്സും ആ കോഡ്സും ഒന്നും ആർക്ക് മനസ്സിലാവത്തില്ല? ആർക്ക് മനസ്സിലാവത്തില്ല? കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ലേ. അപ്പം നമ്മൾ എന്തെടുക്കും? മെഷീൻസിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മെഷീൻ കൺട്രോൾ യൂണിറ്റിനകത്തോട്ട് ആ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് എങ്ങോട്ട് കൊടുക്കുന്നു? എങ്ങോട്ട് കൊടുക്കുന്നു? മോട്ടറിലോട്ട്. മോട്ടർ അത് ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റം യൂസ് ചെയ്ത് അത് ഫീഡായിട്ടോ അല്ലെങ്കിൽ ടേബിളിലെ മൂവ്മെൻ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ടിപ്പിക്കൽ ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റം ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പം നമ്മൾ പഞ്ച് ടേപ്പ് റീഡർ ഒന്നും ഉപയോഗിക്കത്തില്ല. അതിന് പകരം മോഡേൺ CSCക്കകത്ത് നമുക്ക് ഈവൻ ഒരു പെൻഡ്രൈവിനകത്ത് നമുക്ക് പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. നിങ്ങളവിടെ മെഷീൻ ഷോപ്പിനകത്ത് കയറുമ്പോഴത്തേന് ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടില്ലേ? CNCയുടെ അടുത്ത് ഒരു ഗ്ലാസ്സിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കുമല്ലേ?
കണ്ടിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചാൽ മതി, പോകുമ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പണ്ടായിരുന്നു പഞ്ച് ടേപ്പിനകത്തും അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു. ഇപ്പോൾ നമുക്ക് ടെക്നോളജി അഡ്വാൻസ് ആയത് മൂലം നമുക്ക് ഈവൻ ഒരു പെൻ ഡ്രൈവിനകത്തോ അല്ലെങ്കിൽ സി ഡിക്കകത്തോ വരെ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ട് ഒന്നെങ്കിൽ സി ഡി ഡ്രൈവിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ USB പോർട്ടിനകത്തോട്ട് കുത്തി കൊടുക്കാം. ആ ഒരു പ്രോഗ്രാം ആര് റീഡ് ചെയ്തോളും? സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ റീഡ് ചെയ്തിട്ട് അതിന് എന്താണ് മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇൻപുട്ട് മോട്ടറിലോട്ട് കൊടുത്തോളും. മനസ്സിലായോ? അപ്പോൾ മോഡേൺ സി എൻ സി വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ആണ്. CNCയുടെ ഫുൾ ഫോം എന്തോ ആർക്കെങ്കിലും അറിയാമോ? CNCയുടെ ഫുൾ ഫോം, CNCയുടെ ഫുൾ ഫോം എന്തുവാ? കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. ന്യൂമറിക്കൽ കൺട്രോളൊക്കെ കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ നമ്മളിപ്പം കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ കൺട്രോളാണ് CNC, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടേപ്പ് ഒന്നും വേണ്ട. പിന്നെ എന്ത് മതി? പഞ്ച്ഡ് ടേപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ എന്താണ്? പെൻഡ്രൈവ് അല്ലെങ്കിൽ USB എന്ന് പറയാമല്ലോ, USB ഓർ CD. ഓക്കെ, അപ്പോൾ പഞ്ച് ടേപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പകരം ഇപ്പോൾ എന്താണ് നമ്മൾ CNCക്കകത്ത് ഉപയോഗിക്കുന്നത്? എന്താണ്? പഞ്ച് ടേപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എന്താ CNCക്കകത്ത് ഉപയോഗിക്കുന്നത്? പെൻഡ്രൈവ് അല്ലെങ്കിൽ CD റോംസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ന്യൂമറിക്കൽ കൺട്രോളിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ രീതി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളെന്താ മിണ്ടാത്തെ? സജിൻ പോൾ, ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? എടാ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ദിവ്യ ഉണ്ടോ അതിനകത്ത്? ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? പറയും, ചോദിച്ചിട്ടുള്ളതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് CNC മെഷീൻ. അഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ലേബർ അല്ല. ആദ്യം നമ്മൾ പറയുന്നത് ആക്യുറസിയാണ്. നമുക്ക് ഒരേപോലത്തെ 1000 പാർട്സ് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. നമ്മൾ മാനുവലി ചെയ്യുകയെന്നുണ്ടെങ്കിൽ 1000 പാർട്സും 1000 ഡയമെൻഷൻസ് ആയിരിക്കും. ആണോ? 1000 പാർട്സിനും 1000 ഡയമെൻഷൻസ് ആയിരിക്കും. പക്ഷേ ഈ CNC പ്രത്യേകം നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം 1000 പാർട്സും ആ പ്രോഗ്രാം ടു ദി ആക്യുറേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. അതിനകത്ത് ഒരു മൈന്യൂട്ട് ഡിഫറൻസ് അതിനകത്ത് വരുത്തില്ല. മനസ്സിലായില്ലേ? അപ്പം ആക്യുറസി നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് CNC മെഷീൻസ് ഉപയോഗിക്കും അല്ലേ? ആക്യുറസി ഉണ്ട്. പിന്നെന്താണ് ആക്യുറസി? പിന്നെ ഈ ആക്യുറസി ഒരു പ്രാവശ്യം മാത്രമല്ല, ഇറ്റ് ഈസ് റിപ്പീറ്റബിൾ. എന്താണ്? നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ വേണമെങ്കിൽ 1 ടൈം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാം. പക്ഷേ സെക്കൻഡ് ടൈം, തേർഡ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു വരാം. ആണോ? പക്ഷേ CNCക്കകത്ത് നമ്മൾ 1 ടൈം പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ ഈസ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. നമ്മൾക്ക് അതിനകത്ത് മാനുവൽ ഇൻറ്ററപ്ഷനേ ഇല്ല. ആണോ? Is it clear? രണ്ടാമത്തെ എന്താണ്? പ്രൊഡക്ഷൻ ടൈം എന്താ പറ്റി? പ്രൊഡക്ഷൻ ടൈമിന് എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ ടൈം കുറയുന്നു. തേർഡ് വൺ, എത്ര കോംപ്ലിക്കേറ്റഡ് പാർട്സ് വേണമെങ്കിലും നമുക്ക്
മാനുഫാക്ചേർഡ്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്സ് വേണമെങ്കിലും നമുക്ക് CNC മെഷീൻസിലൂടെ നമുക്ക് മാനുഫാക്ചർ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുന്നതാണ്. ഇപ്പം 4-മത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലേബർ കോസ്റ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ലേബറിൻ്റെ കാര്യം പറയാം. എന്ത് പറയാം? ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു? ജസ്റ്റ് ഇതൊക്കെ സ്വന്തമായിട്ട് പറയാമെന്നുള്ളൂ, പക്ഷേ ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഡ്വാൻറ്റേജ് നമ്മൾ ആക്യുറസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇത് റിപ്പീറ്റബിൾ ആയിട്ട്. ദെൻ പ്രൊഡക്ഷൻ ടൈം ഈസ് ലെസ്, കോംപ്ലിക്കേറ്റഡ് പാർട്സ് ക്യാൻ ബി മാനുഫാക്ചേർഡ്, ദെൻ ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറയാം? ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ഡിസഡ്വാൻറ്റേജ് ഒന്നാമത്തെ കാര്യം എന്തുമായിരിക്കും? അത് തന്നെ, ഇനിഷ്യൽ കോസ്റ്റ്. പ്രൈസ് ഓഫ് CNC മെഷീൻ ഈസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഇതങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിനും ആൾക്കാരെ വിളിച്ച് ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? മെയിൻ്റനൻസ് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ഓർ ട്രെയിൻഡ് പീപ്പിൾസിന് മാത്രമേ ക്യാൻ ഡു ദി മെയിൻ്റനൻസ് ആണോ? അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പം സാധാരണ ഒരു മെഷീൻ ഓപ്പറേറ്റർ, ഓക്കെ, നമ്മുടെ ലേത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, ആ ആൾക്ക് ഡയറക്റ്റ് വന്നിട്ട് CNC ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് വേണം അവിടെ? ട്രെയിൻഡ്. ഏത് രീതി? സോഫ്റ്റ്വെയർ ട്രെയിൻഡ് പ്രൊഫഷണൽസ് വേണം അല്ലേ? വെൽ ട്രെയിൻഡ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ആർ നീഡഡ്. കാരണം ഇത് നമുക്ക് പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നത് മാത്രം നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് ലോഡ് ചെയ്യണം, പിന്നെ അതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളിനെ വേണം അല്ലേ? അപ്പോൾ ഈ CNC നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. CNC മെഷീൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്രത്യേക പോസ്റ്റാണ്. ഓക്കെ, നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന് നല്ല സ്കോപ്പുള്ളൊരു സംഭവമാണ് CNC മെഷീൻ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ല സാലറി, നല്ല കാര്യങ്ങൾ. കാരണം എന്താണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നോളജ് വേണം. കാരണം അത്രയും വില കൂടിയ ഒരു മെഷീൻ നമുക്ക് ചുമ്മാ ഒരാളുടെ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് സ്കിൽഡായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വന്നെങ്കിൽ മാത്രം അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹെഡിങ് ആണ്, ബേസിക് കമ്പോണൻസ് ഓഫ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടോ? നോട്ടിനകത്ത് എഴുതുന്നുണ്ടോ? അത് ചുമ്മാ കേട്ടോണ്ടിരിക്കുവാണോ? എന്തെങ്കിലും ഇതൊന്ന് കുത്തിക്കുറിച്ച് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും എപ്പോഴെങ്കിലും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണെന്ന്. ഇപ്പം തന്നെ S3 പരീക്ഷ തീരുന്നതിന് മുന്നേ S4 ക്ലാസ് തുടങ്ങിയേക്കുക. S3 പരീക്ഷ ഒരു പരീക്ഷ നടന്നതേ ഉള്ളൂ. ഒരു പരീക്ഷ കഴിഞ്ഞ് ബാക്കി പരീക്ഷ നടക്കുന്നതിന് മുന്നേ അവർക്ക് കൊറോണയായി മൊത്തം പൂട്ടിക്കെട്ടി ഇപ്പോൾ അടുത്ത സെമസ്റ്റർ ക്ലാസ് തുടങ്ങിയേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി S4 പഠിച്ചു കഴിയുമ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആയിരിക്കും S3 പരീക്ഷ കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ സാധനം എന്താ പഠിച്ചു വെച്ചേക്കുന്നത് പോലും ആർക്കും ഓർമ്മ കാണത്തില്ല.
അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലെക്ചർ നോട്ടൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ നാം പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം മനസ്സിലാവും. അല്ലാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് കുറേ PPT വായിച്ച് നോക്കിയാലൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വരിയെങ്കിൽ ഒരു വരി ഒന്ന് എഴുതി പോവുക, ഹെഡിങ് എങ്കിലും ഒന്ന് എഴുതി പോവുക, അത് കീപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന കാര്യം. അങ്ങനെ ചെയ്യാം. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അടുത്ത ഹെഡിങ് ആണ് ബേസിക് കമ്പോണൻസ് ഓഫ് CNC സിസ്റ്റം. ഏതിക്കോ? ബേസിക് കമ്പോണൻസ് ഓഫ് CNC സിസ്റ്റം. ഫസ്റ്റ് വൺ, ബേസിക് കമ്പോണൻസ് ഓഫ് PLC സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. സെക്കൻഡ് വൺ ആണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഒരു കൺട്രോളർ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കൺട്രോളർ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് മെഷീൻ ടൂൾ. ഓക്കെ. ഈ 3 പാർട്സാണ്, 3 കമ്പോണൻസ് ആണ് ഒരു CNC സിസ്റ്റം എടുക്കുമ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ മെഷീൻ ഷോപ്പിൽ ഇരിക്കുന്ന CNC എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ 3 പാർട്സ് കാണും, 3 കമ്പോണൻസ് കാണും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാനുള്ള ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് പ്രോഗ്രാം എടുക്കുന്ന കമ്പ്യൂട്ടർ. തേർഡ് പാർട്ട് കമ്പോണൻ്റ് ആകുമ്പോൾ ആ കമ്പ്യൂട്ടർ നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്ത് അതിനകത്തു നിന്നുള്ള ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുക്കും? എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഒന്ന് പറയൂ. നമ്മൾ കമ്പ്യൂട്ടറിന് കിട്ടുന്ന മെഷീൻ ലാംഗ്വേജിനെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എങ്ങോട്ടാണ് കൊടുക്കുന്നത്? മെഷീൻ ടൂളിലോട്ടാണ് കൊടുക്കുന്നത്. മെഷീൻ ടൂൾ എന്ന് വെച്ചാൽ നമ്മുടെ മെഷീനാണ്. ഇപ്പോൾ ലേത്ത് ആണെങ്കിൽ ലേത്ത്, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ, അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ടൂളിനോട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിന് മൂവ്മെൻ്റ് ഉണ്ടാവും. ആണോ? അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കണം. ഓരോ കമ്പോണൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പാർട്ട് പ്രോഗ്രാം എഴുതും. എന്താ എഴുതുന്നത്? ആ പാർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എഴുതും. ആ പാർട്ട് പ്രോഗ്രാം എഴുതും. അത് എഴുതുന്നത് ആരാണ്? പാർട്ട് പ്രോഗ്രാമറാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ NC കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ. ഈ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം എങ്ങോട്ട് കോപ്പി ചെയ്യും? എങ്ങോട്ടാണ് കോപ്പി ചെയ്യുന്നത്? ഈ പ്രോഗ്രാം എഴുതിയതിന് ശേഷം ഈ പ്രോഗ്രാം നമ്മൾ എങ്ങോട്ട് കോപ്പി ചെയ്യും? നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നില്ലേ പിള്ളേരെ? ആദ്യം നമ്മൾ USB അല്ലെങ്കിൽ CD-ROM കയറ്റും. എന്നിട്ട് അതുവഴി നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് ലോഡ് ചെയ്യും. ആണോ? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ് എന്താണ്? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിന് എന്താ പറയാം? ഓക്കെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ USB-ക്കകത്ത് കൊടുത്ത പ്രോഗ്രാം ആര് റീഡ് ചെയ്യുന്നു? USB-ക്കകത്ത് കമ്പ്യൂട്ടറിലോട്ട് ലോഡ് ചെയ്ത പ്രോഗ്രാം ആര് റീഡ് ചെയ്യുന്നു?
computer reads the program loaded in USB. അല്ലേ? അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം റീഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ഡീകോഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. അതായത് അതിനകത്തു നിന്ന് മെഷീൻസിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഡീകോഡ് ചെയ്യുന്നു. ആണോ? അതായത് കമ്പ്യൂട്ടറിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് മെഷീൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അതായത് ആ പാട്ടിന് എത്ര ഡയമെൻഷൻ ഉണ്ട്. എക്സാമ്പിൾ ഒരു നമുക്കൊരു റെക്ടാങ്കുലർ പ്ലേറ്റിനകത്ത് സർക്കുലർ ഹോളാണ് ഡ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർക്കുലർ ഹോളിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നത്? ഓക്കെ, സെൻറ്റർ എവിടെയാണ് വരുന്നത്? ആ സർക്കുലർ ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണ് വരുന്നത്? ആ സർക്കുലർ ഹോളിൻ്റെ ഡെപ്ത് എത്രയാണ് വരുന്നത് എന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാമിനകത്തുനിന്ന് ഡീകോഡ് ചെയ്യും. എന്നിട്ട് അത് എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ മെഷീൻ ടൂളിലോട്ട് കൊടുക്കും. അല്ലേ? അപ്പം നമുക്ക് കമ്പ്യൂട്ടർ കൺട്രോളർ യൂണിറ്റിനകത്ത് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. നമുക്ക് പഠിക്കാം. കൺട്രോളർ യൂണിറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള 3 ഭാഗങ്ങളാണ്. ഫസ്റ്റ് വൺ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഞാൻ വളരെ പതുക്കെയാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിനെ പറഞ്ഞ പേരാണ് DPU. എന്താണ്? കൺട്രോളർ യൂണിറ്റിനകത്തുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് DPU. എന്താണ്? DPU. രണ്ടാമത്തെ യൂണിറ്റാണ് കൺട്രോൾ ലൂപ്പ് യൂണിറ്റ് which are connected to servo motor to control machine tool operation. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് നമുക്ക് ഈ ഡീകോഡ് ചെയ്തിട്ട് ഇതിനകത്തു നിന്ന് എത്ര ഡയമീറ്ററാണ് വേണ്ടത്, ഏത് പൊസിഷനിലാണ് ഈ സർക്കിൾ വരേണ്ടത്, എത്ര ഡെപ്തിലാണ് ഈ സർക്കിൾ വേണ്ടത്, അതെല്ലാം ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് നമ്മൾ എടുക്കും. എന്നിട്ട് ആ ഡേറ്റ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഒരു കൺട്രോൾ ലൂപ്പ് ഉണ്ട്. ആ കൺട്രോൾ ലൂപ്പിനകത്തോട്ട് കൊടുക്കും. ആ കൺട്രോൾ ലൂപ്പ് കണക്ട് ചെയ്തേക്കുന്നത് മോട്ടറിലോട്ടാണ്. അതായത് മെഷീൻ ടൂളിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന മോട്ടറിലോട്ടാണ്. അതായത് ഇപ്പോൾ ലേത്തിനകത്ത് ചക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ലേത്തിനകത്ത് ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലേത്തിനകത്ത് ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലേത്തിനകത്ത് ചക്ക് റൊട്ടേറ്റ് മോട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ ആ മോട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന മോട്ടറിനെ വർക്ക് ചെയ്യുന്ന സെർവോ മോട്ടറിലോട്ട് ഈ ഡേറ്റ ഇൻപുട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഈ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണ്ടേ? നോക്കിയിട്ട് അത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് സിഗ്നൽ എടുത്തിട്ട് വീണ്ടും ആ ഒരു വേരിയേഷൻ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. ആണോ? ഇപ്പോൾ ഫീഡ്ബാക്ക് സിഗ്നൽ. ഇപ്പോൾ മൂന്നാമത്തേതാണ് ഫീഡ്ബാക്ക് ഡിവൈസ് to make sure that the instructions are properly executed. മനസ്സിലായല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മെഷീൻ കൺട്രോൾ ലൂപ്പ് നമ്മുടെ മോട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അതനുസരിച്ച് നമ്മുടെ മെഷീൻ ടൂൾ വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വെക്കും. അതായത് നമ്മളിപ്പം ഒരു ഫീഡ് കൊടുക്കുന്നത് 5 മില്ലിമീറ്റർ ഫീഡാണ് കൊടുക്കുന്നത്. 5 മില്ലിമീറ്റർ ഫീഡ് കൊടുത്തിട്ട് നമുക്ക് അവസാനം മെഷീൻ നമ്മുടെ പാട്ടിനകത്ത് 5 മില്ലിമീറ്റർ ഡെപ്തിൽ കട്ട് കിട്ടണം.
അപ്പോൾ നമ്മൾ ആദ്യമേ അത് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യും. കിട്ടിയെന്ന് ചെക്ക് ചെയ്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അത് കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പം കൺട്രോളർ യൂണിറ്റിനകത്ത് 3 കമ്പോണൻസ് ഉണ്ട്, 3 സെക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ എന്താണ്? ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് നമ്മൾ USB-ക്കകത്ത് ലോഡ് ചെയ്യുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു, അതിനകത്ത് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഡേറ്റ എങ്ങോട്ട് കൊടുക്കുന്നു? എങ്ങോട്ടാണ് കൊടുക്കുന്നത്? അതിനുശേഷം ആ ഡേറ്റ ഒരു കൺട്രോൾ ലൂപ്പിൽ കൊടുക്കുന്നു. ആ കൺട്രോൾ ലൂപ്പ് നമ്മുടെ സെർവർ മോട്ടറുമായിട്ട് കണക്റ്റഡ്. ആ സെർവർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ മെഷീൻ ടൂളും മെഷീനിങ് ഓപ്പറേഷനും നടക്കും. ഈ മെഷീനിങ് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നോ ഇല്ലയോ നമുക്ക് മോണിറ്റർ ചെയ്യണം. ആ മോണിറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഇപ്പം 500 RPM 500 RPM മോട്ടർ റൊട്ടേറ്റ് ചെയ്യാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു RPM റൊട്ടേറ്റ് ചെയ്യുന്നോ ഇല്ലയോ നമുക്കത് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് എനിത്തിങ് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ എന്തും കൂടെ വേണം? അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൂടെ വേണം ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ പ്രോപ്പർലി എക്സിക്യൂട്ടഡ്. ക്ലിയർ ആണോ? അതെ സർ.